നമ്മളോടൊപ്പം ഉള്ളത്. ഒരു ഇൻട്രൊഡക്ഷനും ആവശ്യമില്ലാത്ത, ലോകത്തെവിടെ മലയാളികളുണ്ടോ അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന, അത് കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ എവിടെ മലയാളികളുണ്ടോ, എവിടെ സംഗീത പ്രേമികളുണ്ടോ, എവിടെ മനുഷ്യസ്നേഹികളുണ്ടോ അവിടെയൊക്കെ നമ്മൾ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു അതുല്യ പ്രതിഭയാണ്. രാഷ്ട്രം ഏറ്റവും വലിയ പരമോന്നത പുരസ്കാരങ്ങൾ നൽകി ആദരിച്ച, സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഒട്ടനവധി അവാർഡുകൾ നൽകി ആദരിച്ച നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട KS ചിത്ര, നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചി. ചേച്ചി സ്വാഗതം. ഒരുപാട് സന്തോഷം, എല്ലാവർക്കും നന്ദി. ചേച്ചിയെക്കുറിച്ച് ഇനി ഇൻട്രൊഡക്ഷൻ ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം അതൊക്കെ അധികപ്പറ്റായി പോകും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് കുറച്ച് ചോദ്യങ്ങളിലും കുറേ വിശേഷങ്ങളിലേക്ക് ഞാൻ കിടക്കുകയാണ്. ചേച്ചിയെ ആദ്യമായിട്ട് ആരാണ് ചേച്ചി പാടുന്നത് കണ്ടെത്തിയത്? ഇല്ലെങ്കിൽ എത്രാമത്തെ വയസ്സിലാണ് ചേച്ചി ആദ്യമായിട്ട് ഒരു പാട്ട് പാടും എന്ന് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞത്? ചേച്ചിയുടെ ആദ്യത്തെ ഗുരു എന്ന് പറയാവുന്ന ഒരാളുണ്ടോ? അത് അങ്ങനെയാണെങ്കിൽ അതാരാണ്? ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു 3 വയസ്സൊക്കെ ഉള്ളപ്പോൾ, 3 വയസ്സ് 3.5 വയസ്സുള്ള സമയത്ത് രാധാകൃഷ്ണൻ ചേട്ടനും ഓമൻ ചേച്ചിയും ഞങ്ങളുടെ വീട്ടിൽ, അവിടെ ഞങ്ങളുടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ അവരുടെ രണ്ടുപേരുടെയും കൂടെ ചേർന്നുള്ളൊരു കച്ചേരിക്കായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ അച്ഛനും ആ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തതിൽ ഒരു ഭാഗമായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നു, അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് കച്ചേരിയുടെ സമയമായപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകും, അങ്ങനെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ അനിയന് വേണ്ടി, അനിയനപ്പോൾ ജനിച്ചിട്ടേ ഉള്ളൂ, അവന് വേണ്ടി കെട്ടിയ തൊട്ടിലിരുന്നിട്ട് ഞാൻ പ്രിയതമാ പ്രിയതമാ ആ പാട്ട് ഞാൻ തൊട്ടിലിരുന്ന് പാടുന്നത് ഓമനക്കുട്ടി ചെറു കേട്ടു. അപ്പോൾ ഓമൻ ചേച്ചി പറഞ്ഞു, എന്ന് ഈ കുഞ്ഞിന് ഞാനുണ്ടല്ലോ, അപ്പോൾ ഇവള് വലുതാകുമ്പോൾ എന്തായാലും, എൻ്റെ അച്ഛനെ കൃഷ്ണനാരായട്ടൻ എന്നാണ് വിളിച്ചിരുന്നത്, കൃഷ്ണനാരായട്ട ഈ മോളെ ഞാൻ തന്നെ പാട്ട് പഠിപ്പിക്കുന്ന അന്ന് ഓമൻ ചേച്ചി പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാനൊരു 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൾച്ചറൽ ടാലൻറ്റ് സെർച്ച് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞൊരു സ്കോളർഷിപ്പ് എനിക്ക് കിട്ടുന്നതും. അതിനുവേണ്ടി ഗുരുവായിട്ട് ഓമനക്കുട്ടി ചേട്ടനെ തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് ഓമൻ ചേച്ചിയെടുത്ത് ശിക്ഷണത്തിന് ഞാൻ ഓമൻ ചേച്ചിയെടുത്ത് പോകുന്നത്. അതിന് മുമ്പ് പക്ഷേ രാധാകൃഷ്ണൻ ചേട്ടനെ പിന്നെ എനിക്കൊരു 5 വയസ്സുള്ളപ്പം ഓൾ ഇന്ത്യ റേഡിയോയിൽ നമ്മുടെ കൃഷ്ണാഷ്ടമി ദിവസം ഒരു സംഗീത ശില്പം, അത് രാധാകൃഷ്ണൻ ചേട്ടൻ മ്യൂസിക് ചെയ്ത് കുറേ ആർട്ടിസ്റ്റുകൾ ചേർന്ന് പാടുന്ന ഇതായിരുന്നു. പട്ടണക്കാട് പുരുഷോത്തമൻ സാറ്, KP വിജയ ചേച്ചി, നമ്മുടെ P സുശീലാദേവി ടീച്ചർ, എല്ലാവരും ഉണ്ട് അതിനകത്ത്. അതിൽ ആ 2 വയസ്സുള്ള കൃഷ്ണന് വേണ്ടി ഒരു 2 വരി പാടാനാണ് ഞാൻ ആദ്യമായിട്ട് രാധാകൃഷ്ണൻ ചേട്ടൻ എന്നെ കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് ആ കുടുംബവുമായിട്ട് വളരെ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. വളരെ കുഞ്ഞിലേ മുതൽ എനിക്കറിയുന്ന കുടുംബമാണ്. അങ്ങനെ ഓമനക്കുട്ടി ടീച്ചറുടെ ശിഷ്യയായി. പിന്നെ ചേച്ചി സ്വന്തം വീട് പോലെ കണ്ട ഓമനക്കുട്ടി ടീച്ചറുടെ വീട്, അവിടുത്തെ ഗുരുശിഷ്യ ബന്ധം, അവിടുത്തെ സംഗീത പഠനം, അത്തരം ഓർമ്മകളൊക്കെ എന്താണ് ചേച്ചി? അതൊക്കെ എങ്ങനെയാണ് ചേച്ചി ഇപ്പോഴും ഓർക്കുന്നത്? അവിടെ ശരിക്കും പറഞ്ഞ ഓമനക്കുട്ടിച്ചൻ്റെ വീട്ടിൽ ഞാനൊരു ശിഷ്യ എന്നുള്ള നിലയിലായിരുന്നില്ല. ശരിക്കും എൻ്റെ അച്ഛൻ സ്കൂള് വിട്ട് വരുന്ന വഴിക്കാണ് എന്നെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അത്രയും നേരം എൻ്റെ സ്കൂള് വിട്ടിട്ട് ഞാൻ അവിടെ പോയി ഞാൻ ലക്ഷ്മിയായിട്ട് കളിച്ചുകൊണ്ട് നടക്കുമായിരിക്കും. ഓമൻ ചേച്ചിയുടെ മോള് ലക്ഷ്മിയായിട്ട് കുറേ നേരം പാട്ട് പഠിക്കും, പിന്നെ അവിടെ ഇരുന്ന് തന്നെ ഹോംവർക്ക് ചെയ്യും. അങ്ങനെ എപ്പോഴൊക്കെ ആയിരിക്കും അച്ഛൻ തിരിച്ചു വരുന്നപ്പോൾ ഒരുപാട് സമയം ഞാൻ ആ വീട്ടിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ടീച്ചറുടെ വീട്ടിൽ ഒരു പക്ഷേ ടീച്ചർ ഇങ്ങനെ തന്നെയാണ് ടീച്ചർ എല്ലാവരോടും. ഞാനും കുറേ കാലം അവിടെ പോയിരുന്നു. ശരി. ആ ടീച്ചർ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഒരു പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ചേച്ചി പാടാൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ദാസേട്ടനെ പോലുള്ള വലിയ ലെജൻഡറീസ്, മാധുരി അമ്മ, സുശീല അമ്മ, S ജാനകി തുടങ്ങി എത്രയോ ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന, വയലാർ ദേവരാജ മാഷൊക്കെ സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ അന്ന് കേട്ടിരുന്ന, അന്ന് സ്വാധീനിച്ച പാട്ടുകളൊക്കെ ചേച്ചിക്ക് എപ്പോഴും ഓർമ്മയുണ്ടോ? അന്ന് ചേച്ചി പാടിയിരുന്ന പാട്ടുകൾ ഏതൊക്കെയായിരുന്നു? പാട്ടുകൾ കുഞ്ഞിലേ മുതൽ കേട്ട് തുടങ്ങിയത് ജാനകിയമ്മ, സുശീലമ്മ, ലീല ചേച്ചി, മാധുരിയമ്മ, വാണിയമ്മ, അവരുടെയൊക്കെ പാട്ടുകളാണ് കേട്ട് തുടങ്ങിയത്. എക്സ്പ്രഷൻ വൈസും ഇതുപോലെ പാടണമെന്നും ആഗ്രഹിച്ചിട്ടുള്ള ഞാൻ ജാനകിയമ്മ എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ജാനകിയമ്മയുടെ ഒരുപാട് എക്സ്പ്രഷൻസ് കേൾക്കുമ്പം അതുപോലെ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും പാടാൻ സാധിച്ചെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്താ പറയണ്ട, ജാനകിയമ്മയുടെ പെർഫെക്ഷൻ അത്രയാണ്. ഓരോ എക്സ്പ്രഷനും അതുപോലെ ഒരു ഫ്രേസ്, ഒരു ലോങ് ആയിട്ടുള്ള ഫ്രേസ് മുഴുവൻ ഒറ്റ ശ്വാസത്തിൽ പാടി തീർക്കാനുള്ള കഴിവും, അതുപോലെ സുശീലമ്മയുടെ, എനിക്ക് സുശീലമ്മയുടെ ഏറ്റവും ഇഷ്ടം സുശീലമ്മയുടെ ഉച്ചാരണവും ശബ്ദവും, നല്ല ശബ്ദത്തിൻ്റെ ക്ലാരിറ്റിയുള്ള ശബ്ദം. അങ്ങനെ ഒരുപാട് ഓരോ പാട്ടുകാരുടെ ഓരോ കാര്യങ്ങളാണ് നമ്മളെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ എല്ലാവരുടെയും പാട്ടുകൾ കേട്ട് അതിൽ നിന്നെല്ലാം ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ പാടാൻ തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ തുടക്കകാലത്ത് എന്താ പറയേണ്ടത്, പിന്നെ ശാസ്ത്രീയ സംഗീതം മാത്രം പഠിച്ചിട്ട് പെട്ടെന്ന് സിനിമയിൽ വന്ന ഒരാളായതുകൊണ്ട് എനിക്കിങ്ങനെ എക്സ്പ്രഷൻസിനെ കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല. അതിനെക്കുറിച്ച് അങ്ങനെ
എന്താ പറയണ്ട, പഠിപ്പിച്ചു തരാൻ ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടുന്ന പോലത്തെ ഒരു ട്രെയിനിങ് ഒന്നും അന്ന് കിട്ടിയിട്ടില്ല. അറിയുന്ന പോലെ ഞാൻ പാടിക്കൊണ്ടിരുന്നു. അങ്ങനെ പാടി പാടി കേട്ട് വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പാട്ടുകാരുടെ കൂടെ നിന്ന് പാടി അവരുടെ എന്താ പറയണ്ട, അവർ പാടുന്ന വിധമും അവർ കൊടുക്കുന്ന എക്സ്പ്രഷൻസും കണ്ട് ആണ് ഞാൻ കുറച്ച് ഇമ്പ്രൂവ് ആയതെന്ന് വേണം പറയാൻ. അന്ന് ചേച്ചി പാടിയിരുന്ന പാട്ടുകൾ ഏതൊക്കെയായിരുന്നു? സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ, ഇതുപോലെ സുശീലാമ്മയുടെ അതുപോലെ ഈ പാട്ട്, കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ, മറക്കൂ നിങ്ങളി ദേവദാസിയെ, മറക്കൂ മറക്കൂ. ഇതുപോലെയുള്ള ഒരുപാട് പാട്ടുകൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള പാട്ടുകൾ എന്ന് തന്നെ പറയണം. ഇത് ഞാൻ ചുമ്മാ എനിക്ക് മനസ്സിൽ വന്നത് പാടിയെന്നേ ഉള്ളൂ. അതുപോലെ ചേച്ചി അന്ന് എല്ലാവരും കേട്ടിരുന്നത് ഒരുപക്ഷെ ആകാശവാണി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ നമ്മളെ ഏറ്റവും അധികം സ്വാധീനിച്ചിരുന്നത്തെ പോലെ ഫേസ്ബുക്കോ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ആകാശവാണിയിലെ MG രാധാകൃഷ്ണൻ സാറിനെ പോലുള്ള ലളിത സംഗീത പാഠം, ആകാശവാണിയിൽ പാട്ട് പഠിക്കുന്ന കുട്ടികൾ, പക്ഷേ ചേച്ചിയും ആകാശവാണിയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഉള്ള അനുഭവങ്ങളൊക്കെ പറയാനുണ്ടാകും. ആകാശവാണിയിൽ ചേച്ചി പോയി പാടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്നാണ് പാടിയത്? അങ്ങനെ ആദ്യത്തെ സിനിമാ ഗാനത്തിലേക്ക് ഉള്ളൊരു വഴി വെട്ടിത്തുറന്നത് ഒരുപക്ഷെ ചിലപ്പോൾ ആകാശവാണി ആയിരിക്കും. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചേച്ചി ഇപ്പോഴും ഓർക്കാറുണ്ടോ? ആകാശവാണിയിൽ ആദ്യം പോയത് മിനി കോറലിനാണ്. മിനി കോറൽ ഗ്രൂപ്പ്, കുട്ടികളുടെ ഗായക സംഘം. അതിൽ കുറേ പാട്ടുകൾ പാടിയിരുന്നു. അതിനുശേഷം അതേ ഗ്രൂപ്പിനെ വെച്ചിട്ടാണ് രാധാകൃഷ്ണൻ ചേട്ടൻ താരുണ്യം അന്നായിരുന്നു. അന്ന് ആ സിനിമയ്ക്ക് പേര് ഒടുവിലത് അട്ടഹാസം എന്നുള്ള സിനിമയിലാണ് വന്നത്. അതിനകത്ത് ചെല്ലം ചെല്ലം എന്നൊരു പാട്ട് പൂച്ചൽ ഖാദർ സാർ എഴുതിയ പാട്ടാണ്. അതിനകത്ത് ഇതുപോലെ കോറൽ ഗ്രൂപ്പിലെ കുട്ടികളും ഞാനും കൂടെ ചേർന്ന് പാടുന്നതായിട്ടൊരു പാട്ടാണ് ആദ്യം സിനിമയ്ക്ക് വേണ്ടി റെക്കോർഡ് ചെയ്തത്. അതിനുശേഷം ഓഡിഷനൊക്കെ കഴിഞ്ഞിട്ട് ലളിതഗാനത്തിന്, ആകാശവാണിയിലെ ലളിതഗാനത്തിന് പാടി ലളിതഗാന പാഠം പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു സിനിമയിലേക്ക് ആദ്യം വരുന്നത് കുമ്മാട്ടി എന്ന് പറഞ്ഞ സിനിമയിൽ അരവിന്ദൻ സാറിൻ്റെ. അതിൻ്റെ റെക്കോർഡിങ് ഇതുപോലെ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലൊന്നും ആയിരുന്നില്ല, ഒരു ഔട്ട്ഡോറിൽ വെച്ചിട്ടായിരുന്നു അത് റെക്കോർഡ് ചെയ്തത്. ആ പ്രകൃതിയുടെ ശബ്ദമൊക്കെ അതിനകത്ത് വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുമ്മാട്ടിയിലെ പാട്ടുകൾ, മാനത്തെ മച്ചോളം തലയെടുത്ത് പാതാളക്കുന്നോളം പാദം നട്ട് മാല ചേലക്കൂറ ചുറ്റിയ കുമ്മാട്ടി, ഇതായിരുന്നു ആദ്യം. പക്ഷെ അതൊറ്റയ്ക്കല്ല, ഗ്രൂപ്പിൻ്റെ കൂടെ പാടിയ പാട്ടായിരുന്നു. പിന്നെയാണ് ചെല്ലം ചെല്ലം എന്നുള്ള പാട്ട് വരുന്നത്. ചെല്ലം ചെല്ലം എന്തൊരു ചെല്ലം, തങ്കം തങ്കം എന്തൊരു തങ്കം, പൂവുകൾ നുള്ളി വായോ വായോ താഴെ മേട്ടിൽ ചേലയും നീട്ടിയോളം നീട്ടി നെയ് 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 നെയ്യാറ് ഹോയ് നെയ് നെയ് നെയ്യാറ് ഹോയ് നെയ് നെയ് നെയ്യാറ് ഹോയ് നെയ് നെയ് നെയ്യാറ്. ഇതിനകത്ത് ഈ കടങ്കഥ ചോദിക്കുന്ന പോലെയാണ്. കാട്ടിലും നാട്ടിലും പണി ചെയ്യുമ്പോൾ ഒരു ആശാരി, അപ്പോൾ എല്ലാവരും ആ ആശാരിയുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ ചെല്ലപ്പൻ ആശാരി എന്ന് പറയും. അപ്പോൾ ചെല്ലപ്പൻ അല്ലല്ല മരം കൊത്തി എന്ന് വരും. അങ്ങനത്തെ ഒരു പാട്ടായിരുന്നു അത്. ആദ്യമായൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ചേച്ചി പോയതൊക്കെ ചേച്ചി ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? ആദ്യം റെക്കോർഡ് ചെയ്ത പാട്ട് ഏതായിരുന്നു ചേച്ചി? OVR സാറിന് വേണ്ടിയിട്ട് ജ്യോതിസേ ദിവ്യ ജ്യോതിസേ നിന്നെ പുണരുവാൻ കനിവോടെ നിൽക്കുന്നു ഞാൻ എന്നൊരു പാട്ട്. അതാണ് എനിക്കോണം ആദ്യമായിട്ട് പാടിയ റെക്കോർഡിങ്. അത് ആക്കുളത്തൊരു സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തതാണ്. പക്ഷേ ആ സിനിമ പുറത്ത് വന്നില്ല, ആ പാട്ടും വെളിയിൽ വന്നില്ല. അതാദ്യം പാടിയതായിരുന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി ഞാനേകനാണ് എന്നുള്ള സിനിമയിൽ പ്രണയവസന്തം തളിരണിയുമ്പോൾ പ്രിയ സഖി എൻ്റെ മൗനം, ആ പാട്ടും രജനി പറയൂ പൂനിലാവിൻ പരിലാളനത്താൽ നൊമ്പരങ്ങൾ
മായുമോ എന്നുള്ള ഈ 2 പാട്ടും ഞാൻ ഏകനാണെന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി പാടി. ഇതാണ് ആദ്യം പുറത്ത് വന്നത്. ചേച്ചിക്കൊക്കെ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെയൊക്കെ ഗാനഗന്ധർവൻ, മലയാളിയുടെ പ്രിയപ്പെട്ട ദാസേട്ടൻ ജ്വലിച്ച് നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു ഒരുപക്ഷെ ചിത്ര ചേച്ചി ഈ രംഗത്തേക്ക് വരുന്നത്. ദാസേട്ടനെ ആദ്യമായിട്ട് കാണുന്നതും ദാസേട്ടനോടൊപ്പം പാടുന്നതും പിന്നെ തുടർന്ന് ദാസേട്ടൻ വഴിയും അല്ലെങ്കിൽ ദാസേട്ടൻ്റെ പാട്ടിലൂടെ ദാസേട്ടനോടൊപ്പം പാടിയ ഗായിക എന്നുള്ള രീതിയിൽ ചേച്ചി അറിയപ്പെടാൻ തുടങ്ങിയതൊക്കെ സ്വാഭാവികം മാത്രമായിരിക്കും. പിന്നെ രവീന്ദ്രൻ മാഷിൻ്റെ സ്റ്റുഡിയോയിൽ പാടുന്നതും രവീന്ദ്രൻ മാഷിൻ്റെ ഒരുപാട് പാട്ടുകൾ ചേച്ചി പാടിയതും ഒക്കെ എന്താ പറയുക, ചേച്ചിക്ക് ഒരിക്കലും മനസ്സിൽ നിന്ന് മായാതെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അത് പറയണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യം എനിക്ക് ദാസേട്ടനോടൊപ്പമുള്ള ഞാൻ ഈ പ്രണയവസന്തം എന്നുള്ള പാട്ട് പാടിയത്. അപ്പം അത് അതിനുശേഷം ദാസേട്ടൻ്റെ കോൺസേർട്സിന് എന്നെ വിളിച്ചിരുന്നു. 1-2 കോൺസേർട്സിന് ഞാൻ ആദ്യം പോയി പാടി. അപ്പോൾ ദാസേട്ടൻ പാടിച്ച കുട്ടി എന്നുള്ള കെയർ ഓഫിലും അതുപോലെ തരങ്ങിണി കാസറ്റ്സിലും അപ്പോൾ പാടി തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് പിന്നെ രവീന്ദ്ര മാസ്റ്റർ എന്നെ വിളിച്ച് പാടിക്കാൻ ധൈര്യം കാണിച്ചത്. അതിനു മുമ്പ് നമ്മൾ രാധാകൃഷ്ണൻ ചേട്ടന് വേണ്ടിയിട്ട് അന്ന് നമ്മുടെ ജെറി അമൽദേവ് മാസ്റ്ററും ഇടയ്ക്കിടയ്ക്ക് ചില പാട്ടുകൾക്ക് കണ്ടക്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ജെറി മാസ്റ്ററിൻ്റെ ഫിലിമിലെ സ്രാവ് എന്ന് പറഞ്ഞ ഫിലിമിന് വേണ്ടിയിട്ട് പാടിയിരുന്നു. അങ്ങനെ പതുക്കെ തിരുവനന്തപുരത്ത് റെക്കോർഡിംഗ് സ്റ്റുഡിയോകൾ വന്നതും ചേച്ചി തിരുവനന്തപുരത്ത് താമസിക്കുന്നതും ഒക്കെ ചേച്ചിയുടെ റെക്കോർഡിങ്ങും അല്ലെങ്കിൽ അവസരങ്ങൾ കിട്ടുന്നതിലൊക്കെ ഒരുപാട് നല്ല പങ്ക് വഹിച്ചിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ട്രിവാൻഡ്രത്ത് റെക്കോർഡിംഗ് തുടങ്ങിയപ്പോൾ ഇവിടുത്തെ കുട്ടികളെ വിളിച്ച് പാടിപ്പിക്കാനാണ്. അങ്ങനെയാണ് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ആദ്യത്തെ 5 സിനിമ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ സംഗീതത്തിൽ മാത്രമാണ് പാടിയത്. പിന്നെ നമ്മുടെ ജെറി മാസ്റ്റർ, അതിനുശേഷം രവീന്ദ്ര മാസ്റ്റർ, അതിനൊക്കെ ശേഷമാണ് ജോൺസൺ മാസ്റ്റർക്കൊക്കെ പാടി തുടങ്ങിയത്. ജോൺസൺ മാഷ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള എത്ര പാട്ടുകളാണ് ചേച്ചി പാടിയത്. ജോൺസൺ മാഷൊക്കെ ചേച്ചിയെക്കുറിച്ച് പറയുവാൻ വാക്കുകളില്ല. ഒരു മകളെ പോലെ ചേച്ചിയെ സ്നേഹിച്ചിരുന്നു എന്നോട് തന്നെ മാഷ് പറഞ്ഞിട്ടുണ്ട്. മാഷ് പക്ഷേ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചേച്ചി പാട്ട് പാടുമ്പോൾ മാഷുടെ കമ്പോസിങ്, മാഷോടൊപ്പമുള്ള കമ്പോസിങ് ടൈം, അതുപോലെ എത്രയോ ഹിറ്റ് പാട്ടുകൾ. ഒരുപക്ഷെ മധുരം ജീവാമൃത ബന്ധു എന്ന് പറയുന്ന പാട്ട് ദാസേട്ടൻ പാടി ഒരുപാട് ആളുകൾ കൊണ്ട് നെഞ്ചേറ്റുന്ന പാട്ട് ചിത്ര ചേച്ചിയും പാടിയിട്ടുണ്ട്. ആ പാട്ടിൻ്റെയൊക്കെ കമ്പോസിങ് ടൈമിലും അല്ലെങ്കിൽ ജോൺസൺ മാഷോടൊപ്പമുള്ള മുഴുവൻ ഒരു കമ്പോസിഷൻ അനുഭവങ്ങളും ചേച്ചിയുടെ പാട്ടനുഭവങ്ങളും ഒക്കെ ഇപ്പോഴും ചേച്ചി ഓർക്കുന്നുണ്ടോ? ജോൺസൺ മാഷിനുമായിട്ടുള്ള ഇത് പറയണമെങ്കിൽ ആദ്യമായിട്ട് ജോൺസൺ മാഷിനെ കാണുന്നത് ഞാൻ പിന്നെ മാണിക്യ പുന്നാര പെണ്ണ് വന്ന് എന്നുള്ളൊരു പാട്ടിനകത്താണ്. അതിനകത്ത് ആ റെക്കോർഡിങ്ങിന് ദാസേട്ടൻ്റെ കൂടെ ലൈവ് റെക്കോർഡിംഗ് ആയിരുന്നു. അന്ന് ഇതാണ് ഞാൻ പാടേണ്ട ഹമ്മിങ്. ഇതിൽ അവിടെ നിന്നു അത് താഴേക്ക് എന്ത് ചെയ്താലും വരില്ല. അതിന് ഞാൻ കുറേ വഴക്ക് മാഷിൻ്റെ വഴക്കായിട്ടല്ല, അവസാനം മാസ്റ്റർക്ക് ദേഷ്യം വന്നിട്ട് എന്തോ എനിക്ക് തെറ്റിപ്പോകുന്നുണ്ടായിരുന്നു അവിടെ വരുമ്പം. അന്ന് അവസാനം മാഷ് ദാസേട്ട ആ കുട്ടിയോടൊന്നും മര്യാദയ്ക്ക് പാടാൻ പറയൂ എന്നൊക്കെ ദേഷ്യപ്പെട്ടപ്പോൾ എനിക്ക് ജോൺസൺ മാഷ് എന്ന് പറയുമ്പോൾ ആദ്യം അങ്ങനെ ഒരു പേടിപ്പിക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. അതിന് ശേഷമാണ് പിന്നെ മാസ്റ്റർക്ക് ആരോ മലേ എന്നാരോ മലേ നിന്നാൽ എന്നാത്മാവ് ശ്രീകോവിലായി മകൻ എൻ്റെ മകൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആ പാട്ട് പാടി. പിന്നെ അതിനുശേഷം മാഷിൻ്റെ ഒരുപാട് പാട്ടുകൾ പാടി. ജോൺസൺ മാസ്റ്റർ പൊതുവേ വളരെ സ്ട്രിക്റ്റാണ്. റെക്കോർഡിങ് സമയത്തൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട്, ഒരിക്കലും അങ്ങനെ ഒരു ഓവറായിട്ട് നമ്മളെ ഒരു നന്നായിട്ട് പാടി അങ്ങനെയൊന്നും കോംപ്ലിമെൻറ്റ്സ് അധികം തരാറില്ല. എന്നെ ആകെ കോംപ്ലിമെൻറ്റ് ചെയ്ത ഒരു പാട്ടെന്ന് പറയുന്നത് മധുരം ജീവാമൃത ബിന്ദു മാത്രമാണ് എനിക്കൊരു ഷേക്ക് ഹാൻഡ് തന്നിട്ടുള്ളത്. പിന്നെ രാജഹംസമേ കഴിഞ്ഞ സമയത്താണ് മാസ്റ്റർ പറഞ്ഞത് ഇങ്ങനെ ഇനി കുറേ വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ഇനി ചാൻസ് ഒന്നും ഇല്ലാതാവുന്ന ഒരു സമയം വരുമ്പം എൻ്റെ മ്യൂസിക് അസിസ്റ്റൻ്റായിട്ട് എൻ്റെ കൂടെ നിൽക്കും. അപ്പോൾ എനിക്ക് മറ്റുള്ളവർക്ക് പാട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് അത്ര ഈസി ആവും, ഞാൻ പെട്ടെന്ന് പഠിക്കും എന്നുള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ജോൺസൺ മാഷ് എത്ര സൂപ്പർ ഹിറ്റുകളാണ് ചേച്ചി പാടി വെച്ചിരിക്കുന്നത്. എന്തായാലും മധുരം ജീവാമൃത ബന്ധു 4 വരി പാടാതെ ഇനി നമുക്ക് ഈ ചർച്ച മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതേ പാട്ട് ദാസേട്ടനും എത്ര മനോഹരമായി പാടിയിട്ടുണ്ട്. എന്നാലും ചേച്ചി ഒരു 4 വരി പ്ലീസ് മധുരം ജീവാമൃത ബന്ധു എന്ന് കേൾക്കാം നമുക്ക്. മധുരം ജീവാമൃത ബിന്ദു മധുരം ജീവാമൃത ബിന്ദു ഹൃദയം പാടും ലയസിന്ധു മധുരം ജീവാമൃത ബിന്ദു
ചെയ്തു ഈ പാട്ടിനാണ് എനിക്കൊരു ഷേക്ക് ഹാൻഡ് തന്നിട്ടുള്ളത്. മറക്കാൻ പറ്റില്ല ആ പാട്ട്. ദാസേട്ടന് വേണ്ടി കമ്പോസ് ചെയ്തൊരു പാട്ടാണ്. ഇതൊരു ഫീമെയിൽ പാടിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് മാസ്റ്റർക്ക് ഒരു ഇതില്ലായിരുന്നു. അപ്പം ഞാൻ പാടി കേട്ടപ്പോൾ ഇഷ്ടമായി എന്ന് പറഞ്ഞു. അല്ലെ, ദാസേനോടൊപ്പം തരങ്ങിണി കാസറ്റ്സിന് വേണ്ടി പാടിയിട്ടുള്ള ഒരു കാലത്ത് ഓണം വരുന്നത് തന്നെ ഓണപ്പാട്ടുകൾ ഇറങ്ങുമ്പോഴാണ്. ചേച്ചി പാടി എത്രയോ പാട്ടുകൾ, അല്ലെ ഏതെങ്കിലുമൊക്കെ പാട്ടുകളുടെ വരികളോ ഇനങ്ങളോ ഒക്കെ ചേച്ചിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത്തരം അനുഭവങ്ങൾ എന്തായിരുന്നു ചേച്ചി ആ സമയത്തൊക്കെ? അല്ല, ഞാനും ഒക്കെ നാട് വിട്ട് അങ്ങ് ചെന്നൈയിലോട്ട് താമസം മാറിയ ശേഷം ഓണം എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് തന്നെ ഓണപ്പാട്ടുകൾ പാടിക്കാൻ കൊണ്ടുവരുമ്പോഴാണോ ഇപ്പോൾ ഓണം ആവാറായോ എന്നുള്ളത് അറിയുന്നത് അപ്പോഴായിരുന്നു. അങ്ങനെ ഓണത്തിൻ്റെ കുറേ പാട്ടുകൾ രവീന്ദ്രൻ മാഷിൻ്റെ എനിക്കൊരു ചേഞ്ചായിട്ട് വന്നൊരു പാട്ടെന്ന് ഡെഫിനറ്റായിട്ടും തരങ്ങിണിയുടെ ഒരു ആൽബം ഉണ്ട്, കാലം ഒരു പുലർക്കാലം കുളിരല തേടും കിളികുലജാലം. ആ ആൽബം വസന്തഗീതങ്ങളാണെന്ന് തോന്നുന്നു. അത് വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടായിരുന്നു. രവീന്ദ്ര മാസ്റ്റർക്ക് ഞാൻ ആദ്യം പാടുന്ന പാട്ടെന്ന് പറയുന്നത് മുല്ലനേഴി സാറാണ് എൻ്റെ വരികൾ എഴുതിയത്. വെൺകൊറ്റക്കുട കീഴിൽ വെള്ളിക്കുന്നിൻ ചെരിവിൽ മന്ദം മന്ദമെഴുന്നള്ളി വരൂ ഉണ്ണിത്തിരുമനസേ പൊന്നുണ്ണി തിരുമനസേ എന്നൊരു പാട്ടായിരുന്നു. അത് സിനിമ ഇറങ്ങിയോന്നൊന്നും എനിക്ക് അറിയില്ല. രവീന്ദ്ര മാഷ് ആണോ ചേച്ചി ആദ്യമായിട്ട് ഒരു റെക്കോർഡിങ്, അല്ലെ ചെന്നൈയിൽ ഒരു റെക്കോർഡിങ്ങിന് ചേച്ചി ആദ്യമായിട്ട് പോയതും പാടിയതും പാട്ടും ഒക്കെ ഓർമ്മയുണ്ടോ ചേച്ചിക്ക് ഇപ്പോഴും? ചെന്നൈയിൽ ഒരു റെക്കോർഡിങ്ങിനെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന രവീന്ദ്ര മാസ്റ്ററാണ്. അന്ന് മാസ്റ്റർ തന്നെ എയർപോർട്ടല്ല റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിന്ന് എന്നെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് പോയി അവിടെ ഒരു ഹോട്ടലിൽ റൂമൊക്കെ അത് നുങ്കമ്പാക്കത്ത് ഒരു ഹോട്ടലിൽ റൂം ഒക്കെ എടുത്ത് തന്നിട്ട് മാസ്റ്റർ പോയി. പിന്നെ ഞാൻ സ്റ്റുഡിയോയിൽ ചെന്ന് പിന്നെ പാട്ട് പഠിച്ച് അന്ന് ഉച്ചയ്ക്കത്തെ ആഹാരം ശോഭ ചേച്ചി ഉണ്ടാക്കിയ ലഞ്ചാണ് ഞാനും എൻ്റെ അച്ഛനും ഒക്കെ വീട്ടിൽ കൊണ്ടുപോയാണ് മാസ്റ്റർ ആഹാരമൊക്കെ ഞങ്ങൾക്ക് തന്നത്. അങ്ങനെ രവീന്ദ്ര മാസ്റ്ററിന് പിന്നെന്താ പറയണ്ട, മാസ്റ്ററിൻ്റെ പാട്ടുകൾ ഓരോ റെക്കോർഡിങ്ങിന് പോകുമ്പോഴും ശരിക്കും പറഞ്ഞ ഭയങ്കര ഒരു ടെൻഷൻ എനിക്ക് തോന്നാറുണ്ടായിരുന്നു. കാരണം അന്നത്തെ പാട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഭയം തോന്നാറുണ്ടായിരുന്നു. അങ്ങനെ അത്രയും സ്റ്റാൻഡേർഡുള്ള ഒരുപാട് നല്ല പാട്ടുകൾ മാഷ് എന്നെ കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ട്. ചീരപ്പൂകൾ കുമ്മ കൊടുക്കണം, അതുപോലുള്ള അതൊക്കെ എന്ത് മനോഹരമായ പാട്ടാണ്. മലയാളിയുള്ള കാലത്തോളം ഈ പാട്ടൊന്നും ഒരിക്കലും മറക്കൂല, മാഷയും അതുപോലെ ചേച്ചിയും. ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ, ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ, തെന്നലറിയാതെ അണ്ണാറ കണ്ണനറിയാതെ വിങ്ങിക്കരയണ കാണാപ്പൂവിൻ്റെ കണ്ണീരൊപ്പാമോ, അതുപോലെ ചേച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചേച്ചിയെക്കുറിച്ചല്ല ഒരു കാലഘട്ടത്തിലെ ഗായകർക്കൊക്കെ കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ലെജൻഡറി ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ദക്ഷിണാമൂർത്തി സ്വാമി, ദേവരാജ മാഷ്, അർജുനൻ മാഷ് തുടങ്ങിയിട്ടുള്ള ലെജൻഡറി ആയിട്ടുള്ള ഏറ്റവും ക്ലാസിക് കമ്പോസിഷൻസ് നടത്തിയ ആളുകളുടെയൊക്കെ പാട്ടുകൾ ചേച്ചിക്കും പാടാൻ പറ്റി. ഒരുപക്ഷെ അവരുടെയൊക്കെ കൂടെ പാടിയ അനുഭവങ്ങളൊക്കെ ചേച്ചിക്ക് ചിലപ്പോൾ ഒരുപാട് വ്യത്യസ്തതയുള്ള അനുഭവങ്ങളായിരിക്കും തീർച്ചയായിട്ടും. എനിക്ക് ഇപ്പം അർജുനൻ മാഷ്, ദേവരാജൻ മാസ്റ്റർ, അതുപോലെ ദക്ഷിണാമൂർത്തി സ്വാമി, ഇവരുടെ എല്ലാം കുറച്ച് പാട്ടുകളെങ്കിലും പാടാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ജീവിതത്തിലെ വലിയ അനുഗ്രഹമായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. അർജുന മാഷിന് എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് പാടിയത് ചെല്ലച്ചെറു വീടു തരാം പൊന്നൂഞ്ഞാലിട്ടു തരാം പൊന്നോടപ്പൂത്തുമ്പി നീ വായോ, ഞാനൊരു കഥ പറയാം കാതിനാന കഥ പറയാം പൊന്നോണപ്പൂത്തുമ്പി നീ വായോ, പൊന്നോണപ്പൂത്തുമ്പി നീ വായോ. ഈ പാട്ടിൽ തുടങ്ങി. പിന്നെ മാഷൊക്കെ കുറേ പാട്ടുകൾ ഞാൻ പാടി. അവസാനം പാടിയൊരു പാട്ട് എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയണ്ട, എൻ്റെ ഹൃദയത്തിൽ തട്ടിയൊരു പാട്ട് തന്നെയാണ്. നായിക എന്ന് പറഞ്ഞ ചിത്രത്തിന് വേണ്ടിയിട്ട് നിലാവു പോലൊരമ്മ കീനാവു കാണുമമ്മ എന്നൊരു പാട്ട്, വളരെ വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു പാട്ടാണ്. അതിനകത്ത് ഞാൻ മാസ്റ്റർക്ക് വേണ്ടി അവസാനം
പിന്നെ ദേവരാജൻ മാസ്റ്ററിനെ ഞാൻ ആദ്യമായിട്ട് കണ്ട ദിവസം മാസ്റ്റർ എന്നോട് പറഞ്ഞത്, കൃഷ്ണനാരുടെ മകളാണല്ലേ, ഇങ്ങനെയൊരു പാടുന്ന മകളുണ്ടെന്ന് അച്ഛൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല, ഉണ്ട് എനിക്കറിയില്ലായിരുന്നു മക്കൾ രണ്ടുപേരും പാടും എന്നുള്ളതെന്ന് പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് മാസ്റ്റർക്ക് ഞാൻ പാടാൻ പോയത്. മറ്റേ സ്വരലയയുടെ ഒരു പാട്ടാണ്, സ്വരലയം, അവരുടെ ടൈറ്റിൽ സോങ്. പിന്നെ അല്ലാതെ അഗ്രജൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ടും, പിന്നെ മാസ്റ്ററിൻ്റെയും കുറച്ച് പാട്ടുകൾ പാടാനുള്ളൊരു ഭാഗ്യമുണ്ടായി. പിന്നെ നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമിക്ക് ആദ്യമായിട്ട് പാടുന്ന എൻ്റെ ഓർമ്മയിൽ, വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകെ, അതിലോലമിൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. ഈ പാട്ടാണ് ദക്ഷിണാമൂർത്തി സ്വാമിക്ക് ആദ്യമായിട്ട് പാടിയത്. അതിനുശേഷം സ്വാമി ഞങ്ങളുടെ ജ്ഞാനപ്പാന എന്ന് പറഞ്ഞൊരു ആൽബം സ്വാമിയുടെ മ്യൂസിക്കിൽ പാടാൻ സാധിച്ചു. പിന്നെ ഒരുപാട് പാട്ടുകൾ എനിക്ക് സ്വാമിയുടെ സംഗീതത്തിൽ എനിക്ക് പാടാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ഈ ജ്ഞാനപ്പാന പാടുന്ന സമയമായിട്ട് അദ്ദേഹമായിട്ട് വളരെ അടുത്ത് പരിചയമുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളതും എല്ലാ കാര്യങ്ങൾക്കും സ്വാമി ഒപ്പം നിന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം നന്ദിയോടുകൂടി ഞാൻ സ്വാമി ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നു. ഇവരുടെയൊക്കെ ഗണത്തിൽപ്പെട്ട ഒരുപക്ഷെ ഇന്ന് നമ്മോട് ജീവിച്ചിരിക്കുന്ന ഒരാൾ വിദ്യാരം മാഷാണ്. മാഷുടെ എത്ര പാട്ടുകളാണ് ചേച്ചി പാടിയത്! എന്തൊരു മാഷ് വേറെ ഇവരിന്നൊക്കെ വേറൊരു തരം കമ്പോസിഷനും മാഷ് പാടിക്കൊടുക്കുന്നതൊക്കെ ഒരുപക്ഷെ എല്ലാ ഗായകർക്കും അത്തരം പാടാൻ പറ്റുമെന്ന് തന്നെ എനിക്കറിയില്ല. വിദ്യാധരൻ മാസ്റ്റർക്ക് എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് പാടുന്നത്, സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം, ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം, ആശ തൻ തേനും നിരാശ തൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവയ്ക്കാം, ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. പാട്ടുകൾ ചേച്ചിക്ക് പാടാൻ വേണ്ടി കമ്പോസ് ചെയ്ത മ്യൂസിക് ഡയറക്ടർ ആരാണ്, അല്ലെങ്കിൽ അങ്ങനെ എഴുത്തുകാർ, അങ്ങനെ എന്തെങ്കിലും ചേച്ചി ഓർക്കാറുണ്ടോ, അല്ലെ ഓർമ്മയുണ്ടോ? ശരിക്കും എൻ്റെ പാട്ടുകളുടെ ഒരു റെക്കോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് സോങ്സ് പാടിയിട്ടുള്ളത് SP വെങ്കടേഷ് സാറിനാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. സാറിൻ്റെ പാട്ടുകൾ പാടാനും എന്താ പറയണ്ടേ, ഈ പറഞ്ഞ മാതിരി നമുക്ക് വളരെയധികം സിംഗേഴ്സിന് ഒരുപാട് സ്വാതന്ത്ര്യം തരാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു ഇംപ്രവൈസേഷൻ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ പോലും അത് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. വെങ്കടേഷ് സാറിൻ്റെ മലയാളം മാത്രമല്ല, ഞാൻ തമിഴും, എന്നെ ആദ്യമായിട്ട് ഹിന്ദിയിൽ പഠിപ്പിച്ചതും SP വെങ്കടേഷ് സാറാണ്. ഖുഷി ഓർ ഖുഷി എന്ന് പറഞ്ഞൊരു ഫിലിമിന് വേണ്ടിയിട്ടൊരു പാട്ടാണ് ആദ്യമായിട്ടൊരു ഹിന്ദി പാടുന്നത്. പിന്നെ ഇപ്പോൾ തുളുവിൽ പാടി, അങ്ങനെ ഒറിയ, അങ്ങനെ കുറേ ഭാഷകൾ സാറ് ചെയ്യുന്ന കുറേ സിനിമകൾ അദ്ദേഹത്തിൻ്റെ പാടാൻ സാധിച്ചിട്ടുണ്ട്. എന്താ പറയണ്ടേ, വളരെയധികം സ്വാതന്ത്ര്യം തരുന്ന ഒരു സംഗീത സംവിധായകനാണ്. നമുക്കൊരു ടെൻഷൻ ഇല്ലാതെ പോയി പാടി വരാം അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ. അങ്ങനെയായിരുന്നു SP വെങ്കടേഷ് സാറിൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ്. ബേണി ഇഗ്നേഷ്യസ്, ശ്യാം സാറ്, ജെറി അമൽദേവ്, അങ്ങനെയുള്ള കുറേ അഫ്സേപ്പച്ചൻ, ഇവരുടെയൊക്കെ എത്ര പാട്ടുകളാണ് ചേച്ചി പാടി അനശ്വരമാക്കി വെച്ചിരിക്കുന്നത്. അവരൊക്കെ ഏകദേശം ഒരേ സമയത്ത് അവരുടെ പാട്ടിൽ, ഔസേപ്പച്ചൻ സാറിന് ആദ്യമായിട്ട് പാടുന്നത് പിന്നെ പുടമുറി കല്യാണം ദേവി എനിക്കിന്നു മാംഗല്യം എന്നുള്ള ഈ പാട്ടാണ് ഔസേപ്പച്ചൻ സാറിന് ആദ്യമായിട്ട് പാടുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരുപാട് നല്ല ഗാനങ്ങൾ പാടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ശ്യാം സാറിൻ്റെയൊക്കെ എത്ര
എത്ര പാട്ടുകൾ ആ ചേച്ചി പാടി ഇങ്ങനെ സൂപ്പർ ഹിറ്റാക്കി. ഒരു പക്ഷേ പൂമാനമേ എന്ന പാട്ടറിയാത്ത ഒരു മലയാളിയും നമ്മുടെ ലോകത്തുണ്ടാവില്ല. അത്രയ്ക്കും ഹിറ്റായിട്ടുള്ള ചേച്ചിക്ക് ഒരു പക്ഷേ അവാർഡ് കിട്ടിയ പാട്ട്. ഈ പറഞ്ഞ മാതിരി എനിക്ക് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് നേടിത്തന്ന പാട്ട് ശ്യാം സാറിൻ്റെ സംഗീതത്തിൽ ഞാൻ പാടിയ പാട്ടാണ് പൂമാനമേ എന്നുള്ള പാട്ട്. ശ്യാം സാറിൻ്റെ ഒരുപാട് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സും പാടിയിട്ടുണ്ട്. ബാംഗ്ലൂരിലൊക്കെ പോയിട്ട് ഇൻഫൻറ്റ് ജീസസിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ആൽബത്തിനകത്ത് ഒരുപാട് പല ഭാഷകളിലായിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഈ പറഞ്ഞ മാതിരി വളരെ ശാന്തനായിട്ടുള്ള സംഗീത സംവിധായകനാണ്. ഒരിക്കലും ശ്യാം സാർ ഒരു ടെൻഷൻ അടിച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല. എപ്പോഴും വളരെ ശാന്തനായിട്ട്. എൻ്റെ ആദ്യത്തെ അമേരിക്കൻ ട്രിപ്പും ഞാൻ ശ്യാം സാറിൻ്റെ കൂടെയാണ് ആദ്യമായിട്ട് USA കോൺസേർട്ടിന് പോകുന്നത്. ശ്യാം സാറിൻ്റെയും ഒരു പിടി നല്ല ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അതിൽ എനിക്ക് ആദ്യത്തെ അവാർഡ് നേടിത്തുന്നത് തീർച്ചയായിട്ടും പൂമാനമേ ഒരു രാഗമേഘം താ കനവായി കണമായി ഉയരാൻ ഒഴുകാനഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ. അതുപോലെ ജെറി അമൽദേവ് മാസ്റ്റർ സാറിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ ആദ്യമായിട്ട് എനിക്കൊരു അവാർഡെന്ന് പറഞ്ഞ് കിട്ടുന്നത് ഫിലിം ക്രിട്ടിക്സിൻ്റെ അവാർഡാണ്. 1000 കണ്ണുമായി എന്ന ഗാനത്തിനാണ്. ജെറി മാസ്റ്ററും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അദ്ദേഹം എന്ത് പറഞ്ഞു തരുന്നോ അത് അങ്ങനെ പാടി കേൾക്കുന്നത് ആണ് മാസ്റ്റർക്കും ഏറ്റവും ഇഷ്ടം. ചില പാട്ടുകൾക്ക് ആ ഒരു വൈബ്രേഷൻ്റെ നീളം അല്ലെങ്കിൽ അത് ഫിനിഷ് ചെയ്യുന്നത് ഏത് നോട്ടിലേക്ക്, ഇതൊക്കെ മാസ്റ്റർ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്ന സംഗീത സംവിധായകനാണ്. അദ്ദേഹത്തിന് ഞാൻ ആദ്യം പാടിയത് എൻ്റെ ഓർമ്മയിൽ സ്രാവ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിനുശേഷമാണ് 1000 കണ്ണുമായി കിളിയെ കിളിയെ നറുതേൻ മൊഴിയെ ശിശിരങ്ങളി വഴിയെ, അത് നോക്കത്താ ദൂരത്ത് കണ്ണും നട്ടെന്ന സിനിമയ്ക്കകത്ത് കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ടായിരുന്നു. മാമാട്ടിക്കുട്ടിയമ്മ എന്ന സിനിമയൊക്കെ ആ പാട്ടൊക്കെ ഇപ്പോഴും ആളൊരുങ്ങി അരങ്ങൊരുങ്ങി പോലെയുള്ള പാട്ടുകൾ ഇന്നും നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അതിലും 2 പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് തൈമണി കുഞ്ഞു തെന്നൽ പാട്ട് വരികൾ മറന്നുപോയി. പിന്നെ ആളൊരുങ്ങി അരങ്ങൊരുങ്ങി 1000 തേരൊരുങ്ങി കാണുവാൻ കണിയുണരാൻ ഇതുവഴിവാ എന്ന് പറഞ്ഞ ആ ഒരു പാട്ട്. സ്രാവം എന്ന് പറഞ്ഞ സിനിമയിൽ എൻ്റെ ഓർമ്മയിൽ മുത്തുകൾ വിളയും കടലേ ഇനിയൊരു മുത്തു തരൂ തരൂ മുത്തുകൾ വിളയും കടലേ ഇതൊരു പാട്ടായിരുന്നു. എല്ലാം കുറച്ച് ഓർമ്മ, ഫുള്ള് ഓർമ്മയില്ല. ഇതുപോലുള്ള പാട്ടുകളുടെ കൂട്ടുകെട്ടുകൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും നല്ല കുറേ പാട്ടുകൾ അക്കാലത്ത് ചേച്ചി പാടിയ ഒരു കൂട്ടുകെട്ടായിരുന്നു ഷിബു ചക്രവർത്തിയും രഘുകുമാർ എന്ന് പറയുന്ന സംഗീത സംവിധായകനുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ. ആ കോമ്പിനേഷനിലും എത്ര പാട്ടുകളാണ് ചേച്ചി പാടിയത്. ഷിബു ചക്രവർത്തി സാറിൻ്റെ ഞാൻ കുറേ സിനിമകൾ, അതേയും നമ്മുടെ രഘുകുമാർ സാറിൻ്റെ സംഗീതത്തിൽ കുറേ പാട്ടുകൾ ഒരുപാട് പേരുടെ പാടിയിട്ടുണ്ട്. എന്നാലും ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ചെമ്പരത്തിപ്പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരഥഘോഷം ചെമ്പരത്തിപ്പൂവേ ചൊല്ല്. ഇതുപോലെ പിന്നെ പീലിയേഴും വീശും, അങ്ങനെ കുറേ പാട്ടുകളുണ്ട് അദ്ദേഹത്തിൻ്റെ. അതുപോലെ തന്നെ ആണ് ഏറ്റവും സൂപ്പർ ഹിറ്റായിട്ടുള്ള സിനിമ ഡയറക്ടർമാരുടെ ഒരു പക്ഷേ വർണ്ണശബളമായിട്ട് ഏറ്റവും കളർഫുള്ളായിട്ട് പാട്ടുകൾ വിഷ്വലൈസ് ചെയ്യുന്ന പ്രിയദർശൻ സാറിനെ പോലുള്ള ആളുകളുടെയൊക്കെ സിനിമകളിൽ ചേച്ചി പാടിയ എത്ര പാട്ടുകൾ, കറുത്ത പെണ്ണെ അല്ലെങ്കിൽ മാനം തെളിഞ്ഞു നിന്നൊക്കെ പോലുള്ള ആ പാട്ടുകളൊക്കെ ഇന്നും എന്താ പറയുക ഒരു എവർ ഗ്രീൻ ആയിട്ട് തന്നെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതൊക്കെ ചേച്ചിക്ക് ഒരു പക്ഷേ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ടാവും. പ്രിയദർശൻ സാറിൻ്റെ എന്താ പറയണ്ട വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരുന്ന് കാണുന്ന സിനിമകളായിരുന്നു എല്ലാം. ഓടരുതമ്മ, വാളറിയാം മുതൽ അത് എൻ്റെ ഓർമ്മയിലുള്ളത് ഞാൻ പറയണം. അതിന് മുമ്പ് എത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു സൂപ്പർ ഡൂപ്പർ ഹിറ്റായിട്ട് വന്നിട്ടുള്ളത് തേന്മാവിൻ കൊമ്പത്ത് എന്നുള്ള ചിത്രത്തിൽ കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ വരുത്തപ്പെട്ടേൻ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. അതിൽ തന്നെ ഇനിയൊരു നല്ല പാട്ടും കൂടെ ഉണ്ട്. മാനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം
പിന്നെ ഒരുപാട് സിനിമകൾ, അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളിൽ ഇതുപോലെ നല്ല 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 ഭംഗിയുള്ള പാട്ടുകൾ ഒരുപാടെണ്ണം പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിക്ചറൈസേഷൻസ് ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന രീതി. ആ പാട്ടെന്ന് ആലോചിക്കുമ്പോഴേ ആ സീനൊക്കെയാണ് നമ്മുടെ കണ്ണിൽ ആദ്യം ഓടി വരുന്നത്. മലയാള സിനിമ പോലെ പിന്നെ ചേച്ചി ഇങ്ങനെ പറന്ന് ഉയരുകയായിരുന്നു. ഒരുപക്ഷെ തമിഴ് സിനിമ, ബാക്കിയുള്ള ഭാഷകളൊക്കെ ഞാൻ പറയാം. അതിന് പിന്നാലെ ഒരുപക്ഷെ ഇന്നത്തെ ഏറ്റവും ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും നല്ല കമ്പോസേഴ്സുകളായ AR റഹ്മാൻ എന്ന് പറയുന്ന സംഗീത ചക്രവർത്തിക്കൊപ്പം ചേച്ചി എത്രയോ സൂപ്പർ ഹിറ്റുകൾ പാടി. AR റഹ്മാൻ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറെ ചേച്ചി എവിടെയാണ് പരിചയപ്പെട്ടത്? ആദ്യം പാടിയ പാട്ട് ഏതായിരുന്നു? എന്തായിരുന്നു ചേച്ചി ഈ AR റഹ്മാൻ എന്ന് പറയുന്ന സംഗീതജ്ഞനോടൊപ്പമുള്ള ചേച്ചിയുടെ ചില ഓർമ്മകൾ, അനുഭവങ്ങൾ? AR റഹ്മാൻ സാറിനെ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ രാജാ സാറിന് പിന്നെ നമ്മുടെ ഏതേതോ എണ്ണം വളർത്തേൻ ആ സിനിമയിലെ പാട്ടുകളൊക്കെ പാടുന്ന സമയത്ത് ദിലീപ് എന്നായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ പേര്. ഒരു കൊച്ചു പയ്യനായിട്ട് അവിടെ ഇത്രയും വലിയ വലിയ മ്യൂസീഷ്യൻസിനെ കൂട്ടത്തിൽ ഒരു ചെറിയ കുട്ടിയെ ഞാൻ അങ്ങനെയാണ് ആദ്യം ശ്രദ്ധിച്ചത്. അധികം ആരോടും അങ്ങനെ സംസാരിക്കാറോ മിങ്കിൾ ചെയ്യാറോ ഒന്നുമില്ല. റെക്കോർഡിങ് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ രണ്ട് കൈയും പോക്കറ്റിലിട്ടിട്ട് ഇങ്ങനെ നടന്നു പോയി കാറി കയറി പോകുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിന് ശേഷമാണ് ആരണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു, ഇങ്ങനെ ഇത് RK ശേഖർ സാറിൻ്റെ മകനാണ് എന്ന് പറഞ്ഞു തന്നു. പിന്നെ റോജ എന്നുള്ള സിനിമയുടെ റെക്കോർഡിങ്ങിന് എന്നെ വിളിച്ച് ഞാൻ പാടാൻ ചെല്ലുമ്പോൾ ആണ് ആദ്യമായിട്ട് അടുത്ത് പരിചയപ്പെടുന്നത്. അത് രുക്കുമണി അക്കം പക്കോ എന്നെ സത്തം തന്നെ ആ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന് പാടുന്നത്. അത് ആ റെക്കോർഡിങ് എനിക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അതുവരെ എല്ലാം ഡയറക്റ്റ് ഒന്നുകിൽ ലൈവ് റെക്കോർഡിംഗ് ആയിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ട്രാക്ക് എടുത്തിട്ട് മിക്സ് ചെയ്യുന്ന രീതിയായിരുന്നു. പക്ഷെ അപ്പോൾ ഫുൾ സോങ്ങിൻ്റെ ഓർക്കസ്ട്രേഷൻ എല്ലാം കേട്ട ശേഷമാണ് നമ്മൾ പാടിക്കൊണ്ടിരുന്നത്. ഇദ്ദേഹത്തിന് പാടുമ്പോൾ എനിക്ക് പാടാനായിട്ടൊരു ആ ഒരു റിതം പാറ്റേണും ശ്രുതി പുള്ളി കൂടെ ഇരുന്ന് കീബോർഡിലും ഞാൻ പാടുന്നതിനൊപ്പം വായിച്ചു തരികയായിരുന്നു. അപ്പോൾ അതൊരു മൊത്തം പാട്ടിൻ്റെ റിസൾട്ട് എങ്ങനെ ഇരിക്കും എന്ന് എനിക്കറിയില്ലായിരുന്നു. നമ്മളിപ്പം പറഞ്ഞു തന്ന പോലെ ലിറിക്സ് അദ്ദേഹം ലിറിക്സ് എഴുതി എന്നിട്ട് പാടിത്തന്നില്ല, കീബോർഡിൽ വായിച്ചു തന്നു. അത് കേട്ട് നമ്മൾ ലിറിക്സുമായിട്ട് സിങ്ക് ചെയ്തിട്ട് ആണ് പാടിയത്. അത് കഴിഞ്ഞ് ആ പാട്ട് വെളിയിൽ വന്നു കഴിഞ്ഞപ്പോഴോ ആ പാട്ടിൻ്റെ കളറ് തന്നെ എന്തോരം ഡിഫറെൻ്റായി, അത് ആ സിനിമയ്ക്ക് അത് എത്രത്തോളം സൂട്ടബിളായി എന്നുള്ളതൊക്കെ നമ്മൾ അറിയുന്നത് അതിന് ശേഷമാണ്. അപ്പം എനിക്ക് ആ സമയത്ത് എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകൾ, നല്ല നല്ല പാട്ടുകൾ പാടാനുള്ള ഭാഗ്യമുണ്ടായി. ഇപ്പോഴും പല പാട്ടുകളും അദ്ദേഹത്തിൻ്റെ കോമ്പിനേഷനിൽ വന്ന പാട്ടുകൾ ആർക്കും മറക്കാൻ പറ്റാത്ത ഏത് പ്രോഗ്രാമിന് പോയാലും ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന പാട്ടുകൾ ആ കൂട്ടത്തിൽ വന്നു. AR റഹ്മാൻ എന്ന് പറയുന്ന മ്യൂസിക് ലെജൻഡറി ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറുടെ പാട്ടുകൾ ഒരു തരംഗമായി മാറിയ കാലത്താണ് ചേച്ചി ഒരു പക്ഷേ ഈ പാട്ടുകളൊക്കെ പാടിയത്. പിന്നെ എത്ര പാട്ടുകളാണ് ചേച്ചി പാടിയത്? ഒരു ഗാർഡിയൻ അവരുടെ ഒരു മസ്റ്റ് ഹിയർ ബിഫോർ യു ഡൈ എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് ഉണ്ടാക്കിയാൽ 1000 സോങ്സിൻ്റെ ലിസ്റ്റിൽ എൻ്റെ ഒരു പാട്ട് അതിനകത്ത് വന്നിട്ടുണ്ടത്. AR റഹ്മാൻ സാറിൻ്റെ മ്യൂസിക്കിൽ വന്നൊരു പാട്ട് തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്ന പോലെ കണ്ണാളനെ എന്നുള്ള ഗാനം. AR റഹ്മാൻ്റെ പാട്ടുകളിൽ ചേച്ചിക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും നല്ല എക്സ്പീരിയൻസസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും അധികം അപ്രീസിയേഷൻ കിട്ടിയ ഒരു പാട്ടൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു പാട്ട് ചേച്ചിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഒരു പാട്ട് ഞാൻ പറയാൻ വെച്ചാൽ, കാരണം ഇപ്പോൾ ഈ കുറേ കുട്ടികൾ എന്നെ അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ഒരുപാട് മക്കൾ എനിക്കുണ്ട്. അവരെല്ലാവരും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട്, അതും റഹ്മാൻ സാറിൻ്റെ സംഗീതത്തിൽ വന്നാണ്. അത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് പാടാം. അഴക് നിലവേ கதவு திறந்து அருகில் வந்தாயே, எனது கனவை உனது விழியில் எடுத்து வந்தாயே, ஒரு பாலைவனமாய் கிடந்த வயிற்றில் பாலை வார்த்தாயே, என் பாதி உயிரை திருப்பித் தரவே பறந்து வந்தாயே, இந்த பாவி உன்னை சுமந்ததில்லை நானும் உன் തായേ. ഇതുപോലെയുള്ള കുറേ നല്ല നല്ല പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ പാടാൻ പറ്റി. ഇപ്പോൾ റീസെൻ്റായിട്ട് അദ്ദേഹത്തിന് പാടിയ ഒരു പാട്ട് എന്ന് പറയുന്നത് മേരി പുക്കാർ സുനോ എന്ന് പറഞ്ഞാൽ ആ പാട്ടിൻ്റെ ഓഡിയോ റിലീസ് ന്യൂയോർക്കിൽ ടൈംസ് സ്ക്വയറിൽ വെച്ചിട്ടൊക്കെയാണ് അതിൻ്റെ ഓഡിയോ ലോഞ്ചൊക്കെ ചെയ്തത്. അതിനകത്തും ഒരു ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. കുറേ നാൾ വെയിറ്റ് ചെയ്ത് 3 മാസത്തോളം വെയിറ്റ് ചെയ്ത് എന്നെ കൊണ്ട് പാടിപ്പിച്ചൊരു പാട്ടുണ്ട്, ഓക്കെ കൺമണി എന്നുള്ള ചിത്രത്തിന് വേണ്ടിയിട്ട്. മലർകൾ കേട്ടേൻ വനമേ തന്തനെ തണ്ണീർ കേട്ടേൻ
നാമിർദം തന്തനൈ എന്നുള്ള ഈ പാട്ട് കുറേ നാളിന് ശേഷം ഞാൻ തന്നെ പാടണം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ എന്നെ കൊണ്ട് പാടിപ്പിച്ചൊരു പാട്ടാണ്. അപ്പോൾ കുറേ നല്ല പാട്ടുകൾക്ക് തന്നതിന് ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിനും എൻ്റെ നന്ദി അറിയിക്കുന്നു. റഹ്മാൻ്റെ സൂപ്പർ ഹിറ്റ് പാട്ടുകൾ പോലെ ഒരുപക്ഷെ അതിന് മുകളിൽ ചേച്ചിക്ക് പറയാൻ എക്സ്പീരിയൻസ് ഉള്ള മറ്റൊരു സംഗീത ചക്രവർത്തിയാണ് ഇളയരാജ സാറ്. ഇളയരാജ സാറിൻ്റെ അടുത്ത് ചേച്ചി എപ്പോഴാണ് എത്തപ്പെട്ടത്? രാജാ സാറിന് ഈ പറഞ്ഞ മാതിരി ഫാസിൽ സാറിൻ്റെ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ടം എന്നുള്ള സിനിമയുടെ റീമേക്കിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഞാൻ രാജാ സാറിനെ കാണാനായിട്ട് പോകുന്നത്. അന്ന് എൻ്റെ അടുത്തൊരു ഏതാവത് പാടുങ്ക എന്ന് പറഞ്ഞു. അപ്പം ഇളയരാജ സാർ എന്നുള്ള ഒരു വെപ്രാളം കൊണ്ട് എനിക്ക് എന്ത് പാടണമെന്നറിയാൻ വയ്യ, ആകെ ടെൻഷനായിരുന്നു, ശ്വാസം മുട്ടലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഓമനക്കുട്ടി ടീച്ചർ തന്നെ എന്നെ പഠിപ്പിച്ച ഇന്ത സൗഖ്യമനീനെ എന്നൊരു പാട്ട്, ജപജാല എന്നുണ്ട്, ഒരു കാപ്പി രാഗത്തിലുള്ളൊരു കീർത്തനം, അതാണ് പാടിയത്. അപ്പോൾ പാടിയപ്പം തെലുങ്കിലുള്ളതാണ്. അപ്പോൾ ശ്വാസം നമുക്ക് ഇരുന്ന് നിലത്തിരുന്ന് പാടുമ്പം സാറിനെ കണ്ട ടെൻഷനെല്ലാം കൂടെ ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മുറിച്ചാണ് ഞാൻ പാടിയത്. അപ്പോൾ സാറിൻ്റെ അടുത്ത് വേറൊന്നും പറഞ്ഞില്ല, പാടി നന്നായിന്നോ ഇല്ലയെന്നോ ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. എൻ്റെ അടുത്ത് പറഞ്ഞ ഒരേ ഒരു കാര്യം, ജപജാല എന്ന് പറഞ്ഞിട്ട് അടുത്ത് ഞാൻ ജപജാല എന്ന് പാടി. അപ്പോൾ അങ്ങനെ മുറിക്കാൻ പാടില്ല, അതൊരുമിച്ച് തന്നെ വരണം എന്നൊക്കെ പറഞ്ഞ് ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് വിട്ടു. അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അവിടെ നിന്ന് വെള്ളോട്ട് വന്നപ്പോൾ ആദ്യത്തെ സാറിനെ കണ്ടു കഴിഞ്ഞതിൻ്റെ ആ ഒരു ടെൻഷൻ റിലീസ് ചെയ്തതിൻ്റെ ഒരു സമാധാനത്തിലാണ് ഞാൻ തിരിച്ചു വന്നത്. എന്നെ വിളിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞ ഉടനെ അടുത്ത ദിവസം നോക്കത്താ ദൂരത്ത് കണ്ണും നട്ടിൻ്റെ തമിഴ് റീമേക്കായ പൂവേ പൂച്ചുടവാക്കിയാണ് വോയിസ് ടെസ്റ്റ് ചെയ്തതെങ്കിലും എന്നെ ആദ്യമായിട്ട് വിളിച്ചത് നീതാനാന്ത കുയിൽ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത്, പൂജക്കേത്ത പൂവിത് നേത്ത് താനെ പൂത്തത് പൂത്തത് യാരത് പാർത്തത് എന്നുള്ള പാട്ട്. അത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഗംഗേമരൻ സാറിനോടൊപ്പമാണ് പാടിയത്. അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ ഗംഗേമരൻ സാർ എപ്പോഴും വളരെ ഒരു ബബ്ലി ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അന്ന് അദ്ദേഹം അവിടെ കളിയും ചിരിയും ബഹളവും ഒക്കെ ആ ഒരു ഇതിൽ ആണ് ഫസ്റ്റ് സോങ് ഞാൻ പാടി ഒപ്പിച്ചതെന്ന് പറയാം. കാരണം അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് പേടിച്ചിട്ട് നമ്മൾ ആ പേര് ഇളയരാജ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഭയഭക്തി ബഹുമാനം എന്ന് പറയില്ലേ, ആ ഒരു ഫീലിംഗ് തന്നെയായിരുന്നു. അപ്പം അങ്ങനെയാണ് ആ പാട്ട് പാടി മുഴുമിപ്പിച്ചത്. അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ചോദിച്ചാൽ ചേച്ചി ചിലപ്പോൾ വാദോരാതെ സംസാരിക്കാൻ പറ്റും. കാരണം അദ്ദേഹവും സംഗീത രംഗത്ത് ഒരുപാട് സമാനതകളില്ലാത്ത ഒരാൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചേച്ചിക്ക് ഒരു പക്ഷേ അത്ര എക്സ്പീരിയൻസ് ഒരുപാട് വായനുണ്ടായിരിക്കും. പൂവേ പൂച്ചുടവായുടെ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് ഇതുപോലെ പാടിക്കഴിഞ്ഞിട്ട് സാർ എന്നെ തന്നെ കൊണ്ട് അവിടെ വോയിസ് റൂമിൽ ഇരുത്തിയിട്ട് ഇത് കേട്ടിട്ട് ഈ പാട്ടിനകത്ത് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടെന്ന് നീ തന്നെ പറയണം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യിപ്പിച്ചു. എനിക്ക് തോന്നുന്നു അതൊരു നല്ലൊരു പാഠമായിരുന്നു എന്ന് തോന്നുന്നു. അതുപോലെ അതിനുശേഷം പലതും നമുക്ക് നമ്മുടെ തെറ്റുകളായിരിക്കും ആദ്യം നമ്മുടെ കാതിൽ കൂടുതൽ കേൾക്കുന്നത്. അങ്ങനെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു കാത് അപ്പം മുതലാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിരവധി ഗാനങ്ങൾ, പല ടൈപ്പിലുള്ള പാട്ടുകൾ, വോയിസ് മാറ്റി പാടാൻ, ഒരു ക്യാരക്ടറിൻ്റെ ശബ്ദത്തിനനുസരിച്ച് വോയിസ് ഒന്ന് മാറ്റി ട്രൈ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ എന്താ പറയണ്ട, ഓരോ പാട്ടും ഓരോ പരീക്ഷണം എന്ന് തന്നെ പറയാം. എനിക്കൊരു പരീക്ഷ എഴുതുന്നതിന് തുല്യം തന്നെയായിരുന്നു രാജാ സാറിന് പാടിയിട്ടുള്ള ഓരോ പാട്ടുകളും. നാനൊരു സിന്ത് കാവടി ചിന്ത് രാഗം പുரியவில்லை ഉള്ള സോഹം தெரியவில்லை தந்தை இருந்தும் தாயும் இருந்தும் சொந்தம் எதுவும் இல்லை அதை சொல்ல தெரியவில்லை நானொரு சிந்து காவடி சிந்து ராகம் புரியவில்லை ഉള്ള സോഹം തെരിയവില്ല. ചേച്ചിയെ പോലെ തന്നെ ഓരോ മലയാളിയും എന്താ പറയുക നെഞ്ചേറ്റുന്ന അല്ലെങ്കിൽ വളരെ റെസ്പെക്റ്റോടെ കാണുന്ന ഒരുപാട് അവാർഡുകൾ ചേച്ചിക്ക്, ഒരുപക്ഷെ സംസ്ഥാന അവാർഡുകൾ 36-37 അവാർഡുകൾ ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, മലയാളത്തിൽ മാത്രം. പിന്നെ എത്ര ഭാഷകളിൽ എത്ര സംസ്ഥാന അവാർഡുകൾ ചേച്ചി കിട്ടിയെന്നൊക്കെ ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ ഇൻ്റർവ്യൂ ഇനി ഒരു 2 മണിക്കൂർ കൂടി അങ്ങോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, പക്ഷേ നാഷണൽ അവാർഡുകൾ ചേച്ചിക്ക് ഏതൊക്കെ പാട്ടിലാണ് നാഷണൽ അവാർഡുകൾ കിട്ടിയത്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കമ്പോസേഴ്സ്, അതിൻ്റെ റൈറ്റേഴ്സ്, അത്തരം എക്സ്പീരിയൻസസ് ഒരുപക്ഷെ ചേച്ചിക്ക് പറയാനുണ്ടാവും നന്നായിട്ട്.
ആദ്യത്തെ നാഷണൽ അവാർഡ് എന്ന് പറഞ്ഞ് വരുന്നത് സിന്ധു ഭൈരവിക്കാണ്. അതിപ്പോൾ അതിൽ ഏത് ഞാനൊരു സിന്ധുനാണോ പാടറിയനാണോ എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. സിന്ധു ഭൈരവി എന്ന സിനിമയ്ക്ക് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ അവാർഡ് കിട്ടിയത്. അത് ചിലപ്പോൾ പാടറിയേൻ പഠിപ്പറിയേൻ പള്ളിക്കൂടം താനറിയേൻ ഏടറിയേ എഴുത്തറിയേ എഴുത്തുവക നാനറിയേ ஏட்டுல எழுதவில்லை எழுதி வச்சு பழக்கமில்ல இலக்கணம் படிக்கவில்லை தலக்கணமோ எனக்கு இல்லை பாடறியே படிப்பறியே பள்ளிக்கூடந்தானறியே ஏடறியே എഴുത്തറിയേ എഴുത്തുവക നാനറിയേ. ഇതാണ് ആദ്യത്തെ നാഷണൽ അവാർഡ്. പിന്നെ രണ്ടാമത്തെ അവാർഡ് എനിക്ക് കിട്ടിയത് മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി ഇന്നിൻ്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേ നീ വന്നു ചിരി തൂകി നിന്നു വന്നു ചിരി തൂകി നിന്നു ഓ വന്നു ചിരി തൂകി നിന്നു. ONV സാറിൻ്റെയും ബോംബെ രവി സാറിൻ്റെയും സംഗീതത്തിൽ ഉള്ള പാട്ടാണ്. അതുപോലെ തന്നെ ബോംബെ രവി സാറിൻ്റെ രണ്ടാമത്തെ ഒരു പാട്ടിനും കൂടെ എനിക്ക് ഒരു നാഷണൽ അവാർഡ് കിട്ടി, വൈശാലി എന്നുള്ള ചിത്രത്തിൽ. അതും ഇന്ദ്രനീലിമയോലുമാണോ ഇന്ദുപുഷ്പമാണോ എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. രണ്ട് പാട്ടുകൾക്കും കൂടെ ആയിരിക്കും. ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി ചന്ദന പൂമ്പുടവ ചാർത്തിയ രാത്രി. ഈ ഗാനവും അതുപോലെ തന്നെ ഇന്ദ്രനീലിമയോലും ഈ മിഴിപ്പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു ഇന്ദ്രനീലിമയോലും. ഈ ലോകമുള്ള കാലത്തോളം ഈ പാട്ടുകളുണ്ടാവും, ഒരു സംശയമില്ല. അതുപോലെ പിന്നെ ചേച്ചി ഹിന്ദിയിൽ വിരാസത്തിലെ പാട്ട്, അതിന് നാഷണൽ അവാർഡ്. ഹിന്ദി സിനിമ അതിൽ പായലി ചുൻമുൻ ചുൻമുൻ झांझरे रुनझुन रुनझुन कितना मधुर है ये मिलन सनसनन चूड़ी बोले छनछनन चूड़ी बोले सनसनन पुरवा डोले गूंजे धरती और गगन. ഈ പാട്ട്. പിന്നെ അതിനുശേഷം വന്നത് ഓട്ടോഗ്രാഫ് എന്ന ചിത്രത്തിലെ ഒവ്വൊരു പൂക്കളുമേ சொல்கிறதே வாழ்வென்றால் போராடும் போர்க்களமே ஒவ்வொரு விடியலுமே சொல்கிறதே இரவானால் பகலொன்று വന്നിടുമേ. കോയമ്പത്തൂർ ഒരു യൂണിവേഴ്സിറ്റിയുടെ അവരുടെ ഒരു ആന്തം സോങ് ആയിട്ട് അവർ സെലക്ട് ചെയ്തിരുന്നു. വളരെ മോട്ടിവേഷണൽ ആയിട്ടുള്ളൊരു പാട്ടാണ്. ഇതിൻ്റെ ഓരോ വരികളും നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പാട്ടാണ്. ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് രണ്ട് കോൺസേർട്ടിൽ ഒന്ന് രണ്ട് പേരുടെ അവരുടെ അനുഭവമായിട്ട് എന്നോട് പറഞ്ഞതാണ്. ലൈഫിൽ ഒരുപാട് തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ ജീവിതം അവസാനിപ്പിക്കാം എന്നുള്ള തീരുമാനം എടുത്തപ്പോൾ ഈ പാട്ട് ആ സമയത്ത് എവിടെയോ റേഡിയോയിലൂടെ കേട്ടപ്പോൾ ആ ഒരു സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു ഉദ്യമത്തിൽ നിന്നും തിരിച്ചു വരാൻ ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്നോട് താങ്ക് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലൊന്നുമില്ലെങ്കിൽ പോലും ആ ഗാനം അവരെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും എനിക്കൊരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. ചേച്ചി പാടാത്ത ഭാഷകളിൽ ചേച്ചി എത്ര ഭാഷയിൽ പാടിയെന്ന് ചോദിക്കുന്നതിനെക്കാട്ടിയും എളുപ്പം എനിക്ക് തോന്നുന്നത് ചേച്ചി ഏതൊക്കെ ഭാഷയിൽ പാടിയില്ല എന്ന് ചോദിക്കുന്നതായിരിക്കും. ചേച്ചി പാടാത്ത ഏതെങ്കിലും ഭാഷയുണ്ട്? അറബിയിലും ഇംഗ്ലീഷിലും വരെ ചേച്ചി പാടിയെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എത്ര ഭാഷയിൽ ചേച്ചി പാടിയിട്ടുണ്ട് ചേച്ചി? ഓർത്തെടുക്കാൻ പറ്റുമോ ചേച്ചിക്ക്? ഞാൻ മലയാളത്തിലാണ് തുടങ്ങിയത്. അതിനുശേഷം തമിഴ് പാടി, പിന്നെ തെലുഗു, പിന്നെ കന്നഡ, അതിനുശേഷം ഒരു ഹിന്ദി പാടി, ഒറിയ, ബംഗാളി, ബഡ്ഗ, തുളു, ഫോറിൻ ലാംഗ്വേജ്, പിന്നെ എന്താണ് പഞ്ചാബിയിലൊരു പാട്ട് പാടിയിട്ടുണ്ട്.
മറാഠിയിലൊരു പാട്ട് പാടി. പിന്നെ ഫോറിൻ ലാംഗ്വേജസ് മലയിലൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ജെറി മാസ്റ്ററിൻ്റെ തന്നെ ഒരു ആൽബത്തിനകത്ത് ലാറ്റിൻ, പിന്നെ ഇംഗ്ലീഷ് കുറച്ച് ഒന്ന് രണ്ട് നമ്മുടെ ആൽബത്തിനകത്ത് പാടിയിട്ടുണ്ട്. കൂടാതെ അറബിക്ക് ഒരു ലൈൻ പാടി. പിന്നെ ഓഫ് കോഴ്സ് സംസ്കൃതം നമുക്ക് ഓൾറെഡി നമ്മൾ ഒരുപാട് മന്ത്രങ്ങളും അതിലൊക്കെ ഉള്ളതാണല്ലോ. അങ്ങനെ സംസ്കൃതവും ഇംഗ്ലീഷ്, അറബിക്ക്, തെലുങ്ക്, കന്നഡ, എന്തായാലും ഇത്രയും ഭാഷ പറഞ്ഞ സ്ഥിതിക്ക് ചേച്ചി ഒരു കാര്യം ചെയ്യും. ഇപ്പോൾ ഏതാ ഒരു തെലുങ്കിൽ ഒരു 4 വരി ചേച്ചി ഒന്ന് പാടിയേ. മധുമാസം കുഹുഗാനം ഇതിരായനി ഇതിഹാസമേ വിധിരാതతో പരിഹാസമേ మన ജീവനലീലോ ഊയല. മറന്നുപോയി പെട്ടെന്ന് വരിക. ചേച്ചിയെക്കുറിച്ച് ചേച്ചിയുടെ വേറൊരു മുഖം കൂടി എന്താ പറയുക മലയാളി ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയുടെ ജീവിതത്തിൽ ചേച്ചി സഹായിക്കുന്ന ആളുകൾ, ചേച്ചിയുടെ മകളുടെ പേരിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ്, ചേച്ചി എത്ര ആൾക്ക് പെൻഷൻ വരെ കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ചേച്ചി എവിടേക്കാണ് സഹായിക്കുന്നത്, എത്ര പേരാണ് സഹായിക്കുന്നത്, ഇതൊക്കെ എന്തെങ്കിലും ചേച്ചിക്ക് ഇതിൻ്റെ ഒരു കണക്കോ അറിവോ ഓർമ്മയോ ഒക്കെ ഉണ്ടോ? ചാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തുടങ്ങിയത് എൻ്റെ മകളുടെ പേർക്കൊരു ട്രസ്റ്റ് തുടങ്ങിയതാണ്. സ്നേഹനന്ദന ACB സ്നേഹനന്ദന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം തുടങ്ങിയത്. അതിലിപ്പം 21-22 പേർക്കോളം മന്ത്ലി പെൻഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാ മ്യൂസീഷ്യൻസിനാണ്, സിക്കായിട്ടുള്ള മ്യൂസീഷ്യൻസിനാണ് ആ പെൻഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും സമയം ചേച്ചി എന്തൊക്കെ പറയും, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സമയം ഈ നമുക്ക് വേണ്ടി ചെലവഴിച്ചു. ചേച്ചി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. വേറെ ഒന്നും പറയാനില്ല ചേച്ചി. ഒരുപാട് നന്ദി, സ്നേഹം. ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നന്ദി.